ഹായ് ഗായ്സ്, ഇന്നൊരു ഡിന്നർ മിക്ക വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സോഫ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. 3 എഗ്ഗും പിന്നെ ആവശ്യത്തിന് ഏലക്കായും പിന്നെ കുറച്ച് പഞ്ചസാരയും എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര കപ്പളവിൽ മൈദയും കുറച്ച് പാലും ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ചായിട്ട് മൈദയും പിന്നെ കുറച്ചായി പാലും അങ്ങനെ ഇടവിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ട്രൈ ആണ്, സക്സസ് ആവുമെന്ന് അറിയത്തില്ല. കണ്ടിട്ട് ഏകദേശം സക്സസ് ആയ പോലെ ഉണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് നോക്കാം സെറ്റായിട്ടുണ്ടോയെന്ന്. ഓ മൈ ഗോഡ്, സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് മുന്തിരിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പപ്പായ ഉണ്ട്, നല്ല പഴുത്ത പപ്പായ ആയിരുന്നു, അത് കട്ട് ചെയ്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കി. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ളൊരു പപ്പായ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഫുഡ് ഓർഡർ ചെയ്തതായിരുന്നു, പൊറാട്ടയും ചിക്കനായിരുന്നു. അതും കഴിച്ചിട്ട് നമ്മുടെ ഡിന്നർ വൈൻഡപ്പ് ചെയ്തു.